We invite our chief guest, Mr. Sabik Sami, sir, to receive a small gift of love from. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മുഹമ്മദ് സിയാദ് അവർകൾ, ഈ പരിപാടിക്ക് സ്വാഗതം, നമുക്ക് ഏവർക്കും സ്വാഗതം ഓതിയ അഹ്സാൻ സെയ്ദ് മീരാൻ സ്കൂൾ ഹെഡ് ബോയ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അബ്ദുൽ മജീദ് അവർകൾ, ബദറുൽ ഇസ്ലാം സ്കൂളിലെ സ്നേഹസമ്പന്നരായ രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകരെ, രണ്ട് സംസ്ഥാനങ്ങൾ, നമ്മുടെ കേരളവും തമിഴ്നാടും സമ്മേളിക്കുന്ന രണ്ട് ഭാഷാ സംസ്കാരങ്ങൾ, തമിഴും മലയാളവും സംഗമിക്കുന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കളീക്കവിള മുസ്ലിം ജമാഅത്ത് സ്ഥാപിച്ച ഈ സ്കൂള് കളീക്കവിളയുടെ തന്നെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള ഉന്നമനത്തിനായി പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ഈ സ്കൂളിൽ നിന്ന് പോയിട്ടുള്ള അലുമിനി അവരെ എവിടെ എത്തിച്ചേരുന്നു എന്നതിലാണ് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയുകയുണ്ടായി, ഈ കോളേജിൽ പഠിച്ച കുട്ടികൾ NIT-യിലും ME-ക്ക് ഗോൾഡ് മെഡലും അതുപോലെയുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുതന്നെയാണ് ഒരു സ്കൂളിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അളക്കുന്നത്. എനിവൺ ക്യാൻ ബിൽഡ് എ സ്കൂൾ. ബിൽഡിംഗ് എ സ്കൂൾ ഈസ് വെരി ഈസി. ബിൽഡിംഗ് എ സ്കൂൾ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് കൺസ്ട്രക്റ്റിംഗ് എ കോൺക്രീറ്റ് ജംഗിൾ. അതിനൊരു ആത്മാവ് ഉണ്ടാവണം. അതായത് ആ സ്കൂളിൽ നമ്മുടെ ഫ്യൂച്ചർ, അതായത് വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചർ ഷേപ്പ് ചെയ്യപ്പെടണം. അതിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്കൂളാവുകയുള്ളൂ. വെറുതെ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് അധ്യാപനം നടത്തി കുട്ടികൾക്ക് കുറച്ച് ഫീഡ് ചെയ്ത് അവരെ കുറച്ച് മാർക്കാണല്ലോ എല്ലാവർക്കും മുഖ്യമെന്നാണ് പല നമ്മുടെ രക്ഷിതാക്കളും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതല്ല. നമ്മുടെ കുട്ടികളെ എങ്ങനെ ബഹുമുഖ പ്രതിഭകളാക്കി മാറ്റാം, നാളെയുടെ പൗരന്മാരായിട്ട് എങ്ങനെ മാറ്റാം, അത് തുടങ്ങുന്നതായിരിക്കണം നമ്മുടെ സ്കൂളിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുഖ്യമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ വെറും ഒരു അക്കാഡമിക് ഔട്ട്പുട്ട് മാത്രമല്ല. നമുക്ക് നല്ല നോളജ് ഉണ്ടാവണം, അറിവുണ്ടാവണം, പിന്നെ അതുപോലെ സ്കില്ല്, നൈപുണ്യം വേണം, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇത് 3 സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഒരു വ്യക്തിത്വ വികസനം രൂപപ്പെടുകയുള്ളൂ. അക്കാര്യത്തിൽ ഈ സ്കൂള് ഒരുപടി മുന്നില്ലാതെ തന്നെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറയുകയുണ്ടായി, ഒരു ഹാപ്പി സോൺ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ അയൽ രാജ്യമായ ഭൂട്ടാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ രാജ്യങ്ങളും സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഏറ്റവും ഉയർത്തി കാണിക്കുമ്പോൾ, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP അല്ലെങ്കിൽ GNP-യെ ഉയർത്തിക്കാട്ടുമ്പോൾ ഭൂട്ടാൻ എന്ന രാജ്യം ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സിനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. അതായത് അവരുടെ ജനത എന്നെന്നും സന്തോഷമായിട്ടിരിക്കാനാണ് ആ രാജ്യം വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിനും ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഇത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളെക്ക് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ഒരുപാട് കലാപരിപാടികൾ ഇവിടെ നമ്മുടെ കൊച്ചുമക്കളുടെ എല്ലാം അരങ്ങേറുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ സുദീർഘമായിട്ടുള്ള പ്രസംഗത്തിന് വേണ്ടി, എൻ്റെ വാക്കുകൾ കേൾക്കാനല്ല നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടി അരിസ്റ്റിയ എന്ന് പറയുന്ന ഈ പരിപാടി അത് സൂചിപ്പിക്കുന്നത് എക്സലൻസ് ആണ്. ഗ്രീക്കിൽ എക്സലൻസ് എന്നാണ് ഈ വേർഡിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ ബദറുൽ ഇസ്ലാം സ്കൂള് കളീക്കവിള മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മൊത്തം അതായത് പ്രശസ്തി ഉണ്ടാവുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ബദറുൽ ഇസ്ലാം സ്കൂളിൻ്റെ പ്രോഡക്റ്റാണ് എന്ന രീതിയിൽ അഭിമാനിക്കാവുന്ന ഒരു ദിവസം നാളെ വന്നു ചേരും. അപ്പോൾ ഫ്യൂച്ചർ ഈസ് അഹെഡ്. ഓൾ ദി ബെസ്റ്റ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം
നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഞാൻ നിർവഹിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.